ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ പോക്കോ X2 ഉള്ളിൽ ഞാൻ 2 ദിവസം മുന്നേ ഒരു ലോഞ്ചർ അപ്ലൈ ചെയ്തിരുന്നു. അതിനുശേഷം എനിക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഫീൽ ചെയ്തു. ഞാൻ കുറെ ലോഞ്ചേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട്. ഇതുവരെ ലോഞ്ചർ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഏറ്റവും സൂപ്പർ സ്മൂത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പോക്കോ ലോഞ്ചറിനേക്കാളും എനിക്ക് ബെറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് കസ്റ്റമൈസേഷൻ ആയാലും. പിന്നെ അതിൻ്റെ ഉള്ള സൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏതാണ് ലോഞ്ചർ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ലോഞ്ചർ ആണ്. അപ്പൊ നമുക്ക് 30 MB അടുത്താണ് ഇത് വരുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൽ അക്കൗണ്ട് തുടങ്ങേണ്ടത്, ആ കാര്യങ്ങൾ അക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ട് സൈൻ ഇൻ ചെയ്തിട്ട് നമുക്ക് ഈ ലോഞ്ചർ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ലൈക്കിന് ടാർഗറ്റ് 500 ലൈക്സ് ആണ് വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഫോഴ്സ്ഫുള്ളി വെക്കുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഒട്ടും സമയങ്ങളായി തന്നെ വീഡിയോയിലേക്ക് കിടക്കണം. ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ലോഞ്ചറാണ് കേട്ടോ. ഈ ലോഞ്ചറിൻ്റെ സ്മൂത്ത്നെസ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക. ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോക്കോ ലോഞ്ചറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്മൂത്താണ്. ഇപ്പോൾ നമ്മൾ MI 12 ഉള്ളിലാണ് ഇത് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്വിക്ക് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് വേഗം ഹാൻഡിൽ ചെയ്യാനുള്ള ആക്സിസ് ബാറുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ MI 12 അതേ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്കിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മൾ മൈക്രോസോഫ്റ്റ് ലോഞ്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നൊരു ആപ്ലിക്കേഷൻ തുറന്നു വരും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അറൗണ്ട് 10 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 4.6 ആണ് ഇതിൻ്റെ റേറ്റിംഗ്. 30 MB ആണ് വരുന്നത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാൻ ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക, വെൽക്കം ടു മൈക്രോസോഫ്റ്റ്. അത് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെർമിഷൻസ് ചോദിക്കും. അതെല്ലാം അലോ കൊടുക്കാം. അലോ കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് വാൾപേപ്പർ ആണെങ്കിൽ കറണ്ട് ഹോൾ വാൾപേപ്പർ ചെയ്യാം. അത് കഴിഞ്ഞാൽ കസ്റ്റമൈസ് വാൾപേപ്പറും ചെയ്യാം. നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെയാണ് നമുക്ക് സൈനിങ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള സൈൻ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അടിയിലായിട്ട് ഡോണ്ട് ഹാവ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും. ഫോൺ നമ്പറിൻ്റെ ഉള്ളിലേക്ക് OTP വരും. അതിൻ്റെ ത്രൂ നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും ഈ ലോഞ്ചറിൻ്റെ ഉള്ളിൽ കയറാൻ സാധിക്കും. എൻ്റെ അടിയിലായിട്ട് സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി മൈക്രോസോഫ്റ്റിൽ എൻ്റെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കൊടുത്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യാണ്. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്ക് ക്വിക്ക് ആക്സ് നിങ്ങളുടെ ഫേവറേറ്റ് ആപ്ലിക്കേഷൻ ചോദിക്കും. അത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിയിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്യില്ലേ, ആ സ്വൈപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ആപ്പും കൂടി ആഡ് ആവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലെറ്റ്സ് ഗോ കൊടുക്കാം. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇനി കസ്റ്റമൈസേഷൻ ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്കിത് ഡിഫോൾട്ട് ലോഞ്ചർ ആക്കാം. നമ്മുടെ പോക്കോ ലോഞ്ചറിൽ നിന്ന് മാറ്റി ഡിഫോൾട്ട് ലോഞ്ചർ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ലോഞ്ചർ ആക്കി. ഇനി നമുക്ക് നമ്മുടെ സാധാരണമായ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഉള്ള കസ്റ്റമൈസേഷൻ ആണ്. അത് മെയിനായിട്ട് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ അടിയിലായിട്ട് നമുക്ക് സെറ്റിങ്സ്, ലോഞ്ചർ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ള സിസ്റ്റം സെറ്റിങ്സ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹോം സ്ക്രീൻ കാണാൻ സാധിക്കും. ഹോം സ്ക്രീനിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ള ഐക്കൺ പാക്കിൻ്റെ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഐക്കൺ പാക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ സിസ്റ്റം ഐക്കൺ പാക്ക് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഐക്കൺ പാക്ക് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി എനിക്ക് അടുത്ത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ള സൈസ് സെറ്റ് ചെയ്യാനുണ്ട്, ഐക്കൺസിൻ്റെ ലേഔട്ടും. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റോ എത്ര വേണം, കോളം എത്ര വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 6 രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ സൈസും ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ബാക്കിക്ക് വരിക. ബാക്കി വന്നതിന് ശേഷം ഞാൻ ഒന്ന് ലോഞ്ചർ നോക്കുകയാണ്. ലോഞ്ചറിൽ ഇനി എന്തൊക്കെ സെറ്റിങ്സ് വേണമെന്നുള്ളത്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലോഞ്ചറിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രാൻസ്പാരൻസി സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഐക്കൺസിൻ്റെ ലേഔട്ട് ഉണ്ടല്ലോ, ലേഔട്ട് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പോകേണ്ടതെന്നുണ്ടെങ്കിൽ ലോഞ്ചർ സെറ്റിങ്സിലേക്കാണ്. ലോഞ്ചർ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഐക്കൺസിൻ്റെ ആപ്പ് ഡ്രോവറിൻ്റെ സെറ്റിങ്സ് ആണ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഉള്ള ഡിസ്പ്ലേ ലേഔട്ട് ഉണ്ട്. അതിന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ലേഔട്ട് വയ്ക്കുക, ഹൊറിസോണ്ടലായിട്ടോ ഹൊറിസോണ്ടൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിനുശേഷം തീം സെറ്റിങ്സിൽ പോയതിന് ശേഷം അവിടെ നമുക്ക് തീംസിൻ്റെ സിസ്റ്റം തീമൊക്കെ എടുക്കേണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രാൻസ്പാരൻറ്റ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. ട്രാൻസ്പാരൻറ്റ് ഇഫക്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വരാനുണ്ടോ. അപ്പം നമ്മൾ നോക്കുകയാണ്. ട്രാൻസ്പാരൻറ്റ് ഇഫക്ട്സ് വന്നത് നിലയ്ക്ക് നല്ലൊരു മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐക്കൺ സൈസാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുള്ളത്, ഐക്കണിൻ്റെ ഒരു രീതി. അതിനായിട്ട് നമ്മൾ പോകേണ്ടത് ഹോം സ്ക്രീനിൻ്റെ ഉള്ളിലാണ്. ഹോം സ്ക്രീൻ മേലെ കിടക്കുന്നത്. ഹോം സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ്
ഓപ്ഷനായിട്ട് നമുക്ക് ഐക്കൺ അപ്പിയർനെസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിയിലായിട്ട് മേക്ക് ആപ്പ് ഐക്കൺ വിത്ത് ദ സെയിം സൈസ് എന്നുണ്ട്. ആ സൈസിൽ നിന്ന് ഏറ്റവും അടിയിലുള്ളത് നല്ല രസമുള്ള ടൈപ്പാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് കസ്റ്റമൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ നോർമലായിട്ട് ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കസ്റ്റമൈസേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ ഇഫക്റ്റീവാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര സ്മൂത്ത് എന്നുണ്ടെങ്കിൽ അൾട്രാ സ്മൂത്ത് എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങാൻ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.